എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ഇപ്പോൾ ഒരു ഉപ്പുമാവാണ്. നുറുക്ക് ഗോതമ്പ് ഒരു 10 മിനിറ്റായി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ ഇപ്പോൾ അരിയുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഹസ്ബൻഡായിരുന്നു അരിഞ്ഞ് വെച്ചത്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കൂടുതലൊന്നുമില്ല. പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, ഇത്രയും ഐറ്റംസാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടി, പീസ് പരിപ്പ്, ഉഴുന്ന് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കുഞ്ഞുള്ളി അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും ചേർത്തിട്ട് അതിപ്പോൾ വഴന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കഴുകി അരിച്ചു വെച്ചിരിക്കുന്ന ഈ നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലൊഴിക്കാൻ വേണ്ടി പാകത്തിന് എടുത്ത് വെച്ചതാണ്. വെള്ളത്തോടെ അങ്ങ് ഒഴിക്കുകയാണ്. നുറുക്ക് ഗോതമ്പ് മറ്റേ റവ പോലെയല്ല, കുറച്ച് കൂടുതൽ വെള്ളം വേണം. അത് പിന്നെ വേവാൻ കുറച്ചുകൂടെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടേ രാവിലെ ഉണ്ടാക്കുമ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് അതൊന്ന് 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ വെള്ളത്തിലിരുന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ അപ്പോഴേക്കും അരിഞ്ഞ് കഴിഞ്ഞ് കടുക് പൊട്ടി ഇതെല്ലാം പാകമായി വരുമ്പോഴേക്കും കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് 10 മിനിറ്റ് കുതിർന്നുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അത് വേവാനുള്ള വെള്ളം മാത്രം മതി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. പിന്നെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അത് ആദ്യം പറയണമായിരുന്നു. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, ചീനച്ചട്ടിക്കകത്തല്ല. പ്രഷർ പാനിനകത്ത് വെക്കുമ്പോൾ ഒറ്റ വിസിൽ മതി. ഒരു വിസിലിൽ നമുക്ക് ഉപ്പുമാവ് റെഡിയായി കിട്ടും. ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെള്ളം വറ്റുന്നവരെ വേവിച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു വിസിലിൽ ഇത് കറക്റ്റ് വേവായിട്ട് കിട്ടും. നന്നായിട്ട് വെന്ത് കിട്ടാൻ സൗകര്യപ്രദമായ സമയ ലാഭമുണ്ട്, ഗ്യാസ് ലാഭമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കറിലാണ് വെക്കാറ്. കുക്കർ എന്ന് പറഞ്ഞാൽ പ്രഷർ പാനിനകത്താണ് വെക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ നമ്മുടെ ഉപ്പുമാവ് ഒന്ന് തുറന്നു നോക്കാം. എന്നാ പുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നല്ല രുചികരമായ. പിന്നെ ക്യാരറ്റ് ചേർക്കാം. പിന്നെ ഹസ്ബൻഡിന് ക്യാരറ്റ് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. പിന്നെ ഇതിൽ കരിവേപ്പില ഇട്ടിട്ടില്ല. കടയിൽ നിന്ന് മോശമായ കരിവേപ്പില ആയതുകൊണ്ട് 2 ദിവസം മുമ്പേ കടയ്ക്ക് പോയതാണ്. അപ്പോൾ നല്ല കരിവേപ്പില കിട്ടാത്തതുകൊണ്ടേ ഈ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചാലേ ഒരു 10 മിനിറ്റ് കഴിയുമ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടുന്നതായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആരോഗ്യപ്രദമായ ഉപ്പുമാവ്. ഇപ്പോൾ കുക്കറിനകത്ത് ഇതേ പ്രഷർ പാനിനകത്ത് ഞാൻ മറ്റേ ചെറിയ റവയുണ്ടല്ലോ, നമ്മൾ പരിപാടികൾക്കൊക്കെ എടുക്കുന്ന വീടുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റവ, ചെറിയ റവ, പട്ടണം റവ എന്നാണ് തോന്നും അതിൻ്റെ ശരിയായ പേര്. അതും ഞാൻ ഇതിലാണ് ഉണ്ടാക്കാറ്, പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ. അല്ലാത്തപ്പോഴൊക്കെ ചീനച്ചട്ടിക്കകത്ത് ഉണ്ടാക്കും. ഞാൻ സ്റ്റീലിൻ്റെ തവകളായി ഉപയോഗിക്കാറുള്ളൂ, സ്റ്റീൽ പാത്രങ്ങളും. പിന്നെ ഇരുമ്പ് ചീനച്ചട്ടി, ദോശക്കല്ലാണെങ്കിൽ ഇരുമ്പിൻ്റെതാണ്. പൊതുവേ ഞാൻ ഈ കോട്ടിംഗ് പാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. 1-2 പാത്രം ഇവിടെ ഉണ്ട്, അത് ഇങ്ങനെ ഉപയോഗം കുറവാണ്. അപ്പം നല്ല ഉപ്പുമാവ് കിട്ടിയല്ല, റെഡിയാണ്. എല്ലാവരും ഉപ്പുമാവ് കഴിക്കാൻ റെഡി ആയിക്കോളി. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയായ നല്ല രുചികരമായ ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ആവി വറക്കുന്ന ഒന്ന് അടച്ച് വയ്ക്കാം. കഴിക്കാൻ
ഒരു 2 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സഹായിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം വേണം. നിങ്ങളോടൊപ്പം കൂടെ എന്നെയും കൂടെ കൂട്ടണം. ഓക്കെ ബൈ.